അപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്നിപ്പോൾ തുടക്കമാവാൻ പോവുകയാണ്. ഒരു ചരിത്ര സംഭവമാക്കാനാണ് CPMന്റെ ഒക്കെ തീരുമാനവും. വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 372 പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ എറണാകുളം ജില്ലാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി തീർക്കാനാണ് പാർട്ടി തീരുമാനം. കാരണം ഒരു മാസം നീളുന്ന കലാ സാഹിത്യ മാത്രമല്ല കായിക മത്സരങ്ങൾ, നൈറ്റ് മാരത്തൺ അടക്കമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങളോടൊക്കെ കൂടിയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. അപ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? എല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? തീർച്ചയായിട്ടും ചെയ്തു. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ബഹുജന പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ജില്ല ശക്തമായ ഒരു ജില്ലയും കൂടിയാണ് സംസ്ഥാനത്ത്. ആ ജില്ലയിലാണ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. ഇന്നലെ രാത്രി എറണാകുളം മറൈൻ ഡ്രൈവിൽ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ കൊടിമര പതാക ദീപശിഖ യാത്രകൾ അവസാനിക്കുകയും ഒപ്പം തന്നെ പതാക ഉയർത്തുകയും ചെയ്തു. മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CN മോഹനൻ സമ്മേളന നഗരിയിൽ ഇന്നലെ ദീപശിഖ തെളിയിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ന് 372 പ്രതിനിധികളാണ് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി സമ്മേളനത്തിന്റെ ഭാഗമാകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 1,00,000-ലധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. നേരത്തെ എല്ലാം വിഭാഗീയതയുടെ ഒരു ഈറ്റില്ലമായിരുന്നു എറണാകുളം ജില്ലയെങ്കിൽ ഇന്ന് വിഭാഗീയത പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CN മോഹന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 2 തവണയായി ജില്ലാ സെക്രട്ടറിയായി തുടരുന്ന വ്യക്തി കൂടിയാണ് CN മോഹനൻ. അദ്ദേഹവും തന്നെയായിരിക്കും ഇത്തവണയും ജില്ലാ സെക്രട്ടറി ആകാനുള്ള സാധ്യതയുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ മറ്റു മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. 49 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒപ്പം തന്നെ 11 സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല. അവിടെ ഇന്ന് എറണാകുളം ടൗൺ ഹാളിലാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീട് പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകളും മറുചർച്ചകളും എല്ലാം നടക്കും. ഒപ്പം തന്നെ ഇന്ന് പാർട്ടി സെക്രട്ടറി CPMന്റെ ജില്ലാ സെക്രട്ടറി സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും എല്ലാം അവതരിപ്പിക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും ഗ്രൂപ്പ് ചർച്ചയും എല്ലാം ഇന്ന് നടക്കുകയും ചെയ്യും. ഇന്നും നാളെയുമായി നടക്കും. മറ്റന്നാളായിരിക്കും പുതിയ ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ സെക്രട്ടറിയെയും എല്ലാം തിരഞ്ഞെടുക്കുന്നത്. വലിയ രീതിയിലുള്ള മത്സരങ്ങളിലേക്കോ അതുമല്ലെങ്കിൽ തർക്കങ്ങളിലേക്കോ പോകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജില്ലാ കമ്മിറ്റിയിൽ ആകമാനമുള്ളത്, അല്ലെങ്കിൽ ജില്ലയിൽ ആകമാനമുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ CPM വിഭാഗീയതയുടെ ഒരു ഈറ്റില്ലമായി എറണാകുളം ജില്ല നിന്നിരുന്നെങ്കിൽ CN മോഹൻ എത്തിയതിനു ശേഷം പൂർണ്ണമായിട്ടും ആ വിഭാഗീയത എല്ലാം തുടച്ചു നീക്കാനും പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ വലിയ വിജയം തന്നെയാണ്. അതിനിയും തുടരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കുണ്ട്. എന്തായാലും ഇന്ന് ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നു. ഇന്നലെ ഔദ്യോഗികമായി സമ്മേളനത്തിന് തുടക്കമായി, പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിന് തുടക്കമായി. ഇന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. 3 ദിവസമാണ് സമ്മേളനം നീണ്ടു നിൽക്കുക. 27-ാം തീയതിയാണ് സമ്മേളനം അവസാനിക്കുന്നത്. 27-ാം തീയതി വൈകുന്നേരം മറൈൻ ഡ്രൈവിലായിരിക്കും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുക. അതോടുകൂടിയായിരിക്കും സമ്മേളനത്തിന് അവസാനമുണ്ടാകുക. സേതു. ശരി സഹിൻ, ഈ പറഞ്ഞതുപോലെ വലിയ വിവാദങ്ങൾക്കുള്ള സാധ്യതയൊന്നും ഇല്ലെങ്കിൽ കൂടി സഹിൻ മറ്റെങ്ങും പോകരുത്. കാരണം കേന്ദ്ര അവഗണന കേരളം ഇന്ത്യയിലല്ലേ. ആ സെമിനാറിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ശരി സഹിൻ.